മാരാറിന്റെ ഇതിൽ അടുത്തതായി മാരാര് പറഞ്ഞത് ഈ ഒരു ഷോ സ്ക്രിപ്റ്റഡ് ആണ്, അല്ലെങ്കിൽ ആര് ജയിക്കണം അല്ലെങ്കിൽ ആര് എപ്പോൾ ഏത് വീക്കെൻഡ് എപ്പിസോഡിൽ ഔട്ട് ആകണമെന്ന് ബിഗ് ബോസ് തീരുമാനിക്കും. പക്ഷെ ആ ഒരു സ്ക്രിപ്റ്റിനെ തിരുത്തിക്കൊണ്ടാണ് ഫസ്റ്റ് സീസണിൽ പേളിമണിനെ പിന്തള്ളി സാബുമോൻ വിജയിച്ചതും മാരാറിനെ ആ ഒരു സീസണിൽ തോൽപ്പിക്കാൻ പറ്റാതെ പോയതും എന്നൊരു സ്റ്റേറ്റ്മെന്റ് കൃത്യമായിട്ട് മാരാര് പറഞ്ഞിട്ടുണ്ട്. സോ ഇപ്പോ ഇറക്കി വിടുക എന്നൊരു ചിന്ത ബിഗ് ബോസിനുണ്ടെങ്കിൽ അത് ഏത് വിധേനയാകാം. മാരാറിനെയൊക്കെ ഓഫ്കോഴ്സ് എപ്പോൾ വേണമെങ്കിലും ഇറക്കി വിടാനുള്ളത് മാരാരും ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ആ ഒരു കോൺഫ്ലിക്ട്സ് ഉണ്ടായിട്ടുണ്ട്. കാരണം അതിലും സില്ലി ഇഷ്യൂസിന്റെ പേരിൽ ഞാൻ പറഞ്ഞുതരാം. അതായത് മധുവിന്റെ വിഷയത്തില് ഇത്രയും മോശം പരാമർശം ടോക്സിക് ആയിട്ട് അയാൾ പ്രതികരിച്ചപ്പോ അയാൾ ഇറക്കി വിടായിരുന്നു. എന്നിട്ട് ഇവിടെ ലൈവില് വന്ന് ഘോര ഇവിടെ പ്രസംഗിക്കുകയാണ് മാരാറ്. എന്നെ ഇറക്കി വിടാൻ ഏഷ്യനെറ്റ് എന്തൊക്കെ കാര്യങ്ങൾ എന്തൊക്കെ ശ്രമങ്ങൾ നടത്തി, എന്നെ ഇറക്കി വിടാൻ പറ്റിയോ, അത് എന്റെ കഴിവാണതെന്ന് പറയാണ്. അപ്പൊ മാരാറിനെ മധുവിന്റെ വിഷയത്തിൽ ഇറക്കി വിടായിരുന്നു. മാരാറിന് പനി വന്നപ്പോ ആരോഗ്യ പ്രശ്നം എന്ന് കണ്ട് ഇറക്കി വിടായിരുന്നു. ഇയാള് തന്നെ ഈ ഒരു സ്റ്റാൻഡേർഡ് ഇല്ലാത്ത രീതിയിൽ ജൂനിയേഴ്സിനെ മുണ്ടുപോക്കി കാണിച്ചല്ലോ. ആ സമയത്ത് എന്തുകൊണ്ട് ചാനൽ ഇറക്കി വിടില്ല? അപ്പൊ അതുകൊണ്ട് ഇയാൾ പറയണ എന്നെ ഇറക്കി വിടാൻ പരമാവധി നോക്കി, നിന്റെ ഒന്നും കളി എന്റെ അടുത്ത് നടന്നില്ല, അവസാനം നീ എന്നെ ജയിപ്പിക്കേണ്ടി വന്നു എന്ന് പറയാണ്. ഇതൊക്കെ ഒരു എന്താ പറയാ, നമുക്കൊരു സാധനം ദൈവം അനുഗ്രഹിച്ച് അല്ലെങ്കിൽ ആ ഒരു കപ്പ് കിട്ടുക, അല്ലെങ്കിൽ അയാൾ അവിടെ അത്രയും ദിവസം പിടിച്ചു നിന്ന് അയാളുടെ പ്രയത്നം കൊണ്ട് അത് നേടി. പക്ഷെ ഇത് നേടാൻ ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഒരുപാട് അണിയറ പ്രവർത്തകരുണ്ട്. അപ്പൊ ചാനലിന് ഇപ്പൊ ഒരു റീച്ച് ഉണ്ടാവണം എന്നുള്ള വിഷയം, ഇപ്പൊ അയാളുടെ റീച്ച് ഡൗൺ ആയി. അപ്പൊ ആ ഒരു സമയത്ത് ചാനലിന്റെ തന്തയ്ക്ക് വിളിച്ചാലും എന്ത് ചെയ്താലും എനിക്കൊരു കുഴപ്പമില്ല. എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ആ സമയത്ത് മാരാറ് വിന്നറായിട്ട് നിൽക്കുമ്പോ എല്ലാവരും ആ സമയത്ത് അയാൾക്ക് അത് പോസിറ്റിവിറ്റി അത് അയാളെ റീച്ച് ആക്കുന്നു. പിന്നെ കുറെ ദിവസങ്ങൾ അടുപ്പിച്ച് നന്മമരം ചമഞ്ഞുകൊണ്ട് പല പല സമാധാനപരമായ വിഷയങ്ങൾ ലൈവിൽ മാരാറ് സംസാരിക്കുന്നു. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ അയാൾ മനസ്സിലായി അയാളുടെ കണ്ടന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിവാദങ്ങൾ ഉണ്ടാക്കിയിട്ട് ആളുകളുടെ ഇടയിൽ പിടിച്ചു നിൽക്കുന്ന ഒരാളാണ്. അപ്പൊ ഈ സമയത്ത് നോക്കിയപ്പോ അയാൾക്കൊരു ബുദ്ധി തോന്നി, ഈ സമയത്ത് ഞാൻ സ്ത്രീകൾക്കെതിരായിട്ടും ചാനലിനെതിരേക്കായിട്ട് സംസാരിച്ചാൽ അയാൾക്ക് ഒന്നും നഷ്ടപ്പെടാനായിട്ടില്ല. അപ്പൊ ആ സമയത്ത് എന്താ, ഞാനിപ്പോ ഈ സമയത്ത് ചാനലിനെ കുറിച്ച് സംസാരിക്കാച്ചാൽ അത് ചർച്ചയാവും. അല്ലെങ്കിൽ ഇയാൾക്ക് നട്ടൽ എന്ന് പറഞ്ഞ സാധനം ഉണ്ടെങ്കിൽ ഇയാൾ കപ്പ് കിട്ടി നിൽക്കുന്ന സമയത്ത് സ്ത്രീകൾ ഇയാൾക്ക് ചാനൽ മോശമായിട്ട് പെരുമാറിയ കാര്യങ്ങളൊന്നും ഇയാൾക്ക് അറിയില്ലായിരുന്നു. ഇയാൾക്ക് ഇത്രയും സോഷ്യലി ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടുള്ള ഒരാൾക്ക് അറിയില്ലായിരുന്നല്ലോ. അപ്പൊ ഇയാൾ പറയുന്നെന്താ, ഇയാളുടെ കോൺട്രാക്ട് തീരുന്നവരെ മിണ്ടാണ്ടിരുന്നു. അപ്പൊ ഇതാണ് നട്ടല്. കോൺട്രാക്ട് തീരുന്നേക്കാൾ മുന്നേ മിണ്ടി കഴിഞ്ഞാൽ കാശ് കിട്ടില്ല. അപ്പൊ കിട്ടാനുള്ള കാശൊക്കെ മേടിച്ചെടുത്തിട്ട് എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെങ്കിൽ വന്ന് പറയണതാണോ അതിന്റെ മര്യാദ? അയാൾക്ക് അറിയുന്ന കാര്യം അയാൾക്ക് ആദ്യമേ പ്രതികരിക്കാറുണ്ടല്ലോ. എന്തുകൊണ്ട് അയാൾ ആദ്യം പ്രതികരിച്ചില്ല? കാരണം അയാൾ എപ്പോഴും സാഹചര്യത്തിനനുസരിച്ച് വാക്കുകളുടെ നിറം മാറ്റുന്ന ഒരു അവസരവാദിയാണ്. ഇപ്പൊ ആദ്യം തന്നെയുള്ള കാര്യം എടുത്ത വെച്ചാൽ മുണ്ടുപൊക്കി കാണിക്കില്ലു എന്ന് പറഞ്ഞ ഒരാള് നിലപാടെന്ന് പറഞ്ഞ കാര്യത്തിന് വില കൊടുക്കണേ ഞാൻ ആളുകൾക്കിടയിൽ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞ ആളാ. അപ്പൊ ആ സമയത്ത് നോക്കിയപ്പോ എന്താ, ഞാനിപ്പോ ബിഗ് ബോസ് പോയി എനിക്ക് റീച്ച് ഉണ്ടാവും. അപ്പൊ തൽക്കാലം കുറച്ച് ദിവസം അപ്പൊ എന്റെ 100 ദിവസം ഇങ്ങനെ പോട്ടെ. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ എന്റെ നിലനിൽപ്പ് അല്ലെങ്കിൽ സിബിൻ എന്ന് പറഞ്ഞ വ്യക്തിയോടുള്ള വ്യക്തിപരമായിട്ടുള്ള താല്പര്യം നല്ല ഇത് അയാൾക്കൂടെ ഒരു വിഷയം കിട്ടി. ഓക്കെ, ഞാൻ ഈ വിഷയം സംസാരിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ എനിക്ക് റീച്ച് ഉണ്ടാവും എന്നുള്ള ഒരു കാര്യം മാത്രമാണ് ആലോചിക്കുന്നത്. അല്ലെങ്കിൽ 2 പെൺകുട്ടികളുടെ അച്ഛനാണ്. അപ്പൊ സഹപ്രവർത്തകരായിട്ടുള്ള കുറച്ച് മത്സരാർത്ഥികൾ ഞങ്ങൾ അഖിലേട്ടാന്ന് പറഞ്ഞ സ്നേഹത്തോടെ അയാളുടെ പുറകെ ഉണ്ടായിരുന്നു. അപ്പൊ ഞങ്ങളുടെ കാര്യം അയാൾ ആലോചിച്ചോ? അല്ലെങ്കിൽ മറ്റുള്ള പെൺകുട്ടികളുടെ കാര്യം ഒന്നും ആലോചിക്കണ്ട. ഇപ്പൊ ഞങ്ങളുടെ ബന്ധുക്കാരും ഞങ്ങളുടെ നാട്ടുകാരും അല്ലെങ്കിൽ ഞങ്ങൾ ഷൂട്ടിന് പോകുമ്പോ നിങ്ങൾ ഇങ്ങനെ മോശമായിട്ടുള്ള പ്രവൃത്തി ചെയ്തിട്ടാണോ ചാനലില് അവസരം കിട്ടിയെന്ന് ചോദിക്കാൻ ഒരു ഇടയിലേക്ക് ആ രീതിയിലേക്ക് അയാൾ ഞങ്ങളെ കൊണ്ടെത്തിച്ചു. ആ രീതിയിൽ ദ്രോഹം കാര്യങ്ങളും കൊണ്ടെത്തിച്ചു.